എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അത് ഭയങ്കര ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന. അതിപ്പോൾ അവിടെ പറഞ്ഞ സമയത്ത് കോവിഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ഇറങ്ങണോ, കോവിഡ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പോരെന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം അപ്പോൾ ഇറങ്ങാൻ പറ്റൂല, ലോക്ക്ഡൗൺ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വിടൂല, പിന്നെ വലിയ പ്രശ്നമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും അവരുടെ പ്രശ്നം മതത്തിനെതിരെ അതെ, സംസാരിക്കുന്നു. മതത്തിനെതിരെ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതൊന്നും അല്ല പ്രശ്നം. നമ്മൾ നിസ്കരിക്കുന്നില്ല, നമ്മൾ നോമ്പ് നോക്കുന്നില്ല. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഒരു അശുദ്ധി പോലെയാണ് അവർ ഇതിനെ കാണുന്നത്. നമ്മളോടൊരു വെറുപ്പ്. പക്ഷെ അവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അത് അവര് നമുക്ക് എവിടെ മനസ്സിലാവും. നിന്നോണ്ടാണ് നമ്മൾ അവരോട് ഇത് ചെയ്യണമെന്ന് നമ്മൾ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിച്ചോ, എന്നോട് എന്തിനാ നിസ്കരിക്കണം എന്ന് പറയണം, എത്ര നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ നോമ്പെടുത്തോ. പക്ഷേ നോമ്പെടുക്കുന്ന കാര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം അത് ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യം. ആ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മൾ വിസിബിളായിട്ട് നമുക്ക് കാണാം. കാരണം ഈ പ്രായമായിട്ടുള്ള ആളുകൾ നോമ്പെടുത്ത് ഡീഹൈഡ്രേറ്റഡ് ആയി, അതൊക്കെ നമ്മൾ കാണുകയല്ലേ. അപ്പം ഞാൻ പറയും ഫാസ്റ്റിംഗ് നല്ലതാണെങ്കിലും വാട്ടർ ഫാസ്റ്റിംഗ് ആണ് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതെ ഇരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെ 30 ദിവസം ഒന്നും അടുപ്പിച്ച ഒരു മെഡിക്കൽ ഇതിനകത്തും ഇല്ല. 30 ദിവസം അടുപ്പിച്ച് അങ്ങനെ നോമ്പ്, അതും പച്ചവെള്ളം കുടിക്കാതെ, അതൊന്നും ഒരിക്കലും ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമേ അല്ല.